വടകര MDMA കേസിൽ പിടിയിലായ മരുതോങ്കര സ്വദേശി കീർത്തന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന അധ്യാപികയാണ്. കേസിൽ പിടിയിലായ അധ്യാപിക കാവ്യയെയും വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടനുണ്ടാകും. വടകര CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. കഴിഞ്ഞ വർഷം പേരാമ്പ്രയിൽ നടത്തിയ ലഹരിവിരുദ്ധ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തിരുന്നു കീർത്തന. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം സൂംബ ഡാൻസ് കളിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കായിക അധ്യാപിക MDMA കേസിൽ പിടിയിലായതിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും. കീർത്തന പിടിയിലായതിനു ശേഷവും കൂരാച്ചുണ്ട് സ്വദേശിയായ കാവ്യ ജോലിക്കെത്തിയിരുന്നു. അന്നേ കാവ്യയുടെ പെരുമാറ്റത്തിൽ സഹപ്രവർത്തകർക്ക് സംശയം തോന്നിയതാണ്. പിടിയിലായതോടെ സംശയം ശരിയാണെന്ന് തെളിഞ്ഞു. ലഹരി ആവശ്യപ്പെടുന്നവരിൽ നിന്ന് QR കോഡ് വഴി സ്വന്തം അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുകയായിരുന്നു ഇവരുടെ രീതി. പണം ലഭിച്ചാൽ ലഹരി മരുന്ന് ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തിന്റെ GPS ലൊക്കേഷൻ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കും. ഈ സ്ഥലത്തെത്തുമ്പോൾ സംഘത്തിലെ മറ്റൊരാൾ ലഹരി കൈമാറുന്നതായിരുന്നു രീതി. കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന വൻ തുക പോലീസിന്റെ സംശയം ഒഴിവാക്കാനായി സുഹൃത്തായ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. MA സൈക്കോളജി ബിരുദധാരിയായ കാവ്യ നിലവിൽ ചെറുവാളൂർ ഗവൺമെന്റ് LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം സ്കൂളിലായിരുന്നു ജോലി ചെയ്തത്. 2 വർഷം മുൻപ് അപകടത്തിൽ പരിക്കേറ്റ കാവ്യയുടെ ചികിത്സയ്ക്കായി മറ്റ് അധ്യാപകർ പിരിവെടുത്ത് പണം നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെ കാവ്യ പുതിയ ആഡംബര കാർ വാങ്ങിയത് സഹപ്രവർത്തകരിൽ സംശയം ഉണ്ടാക്കിയിരുന്നു. വിദേശത്തുള്ള സഹോദരന്റെ വാഹനമാണിതെന്നായിരുന്നു കാവ്യ നൽകിയ വിശദീകരണം. 2 ആഴ്ച മുൻപ് വടകര പോലീസ് 2 ഗ്രാം MDMAയുമായി സഫ്വാൻ, റിസ്വാൻ എന്നിവരെ പിടികൂടിയതാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോഴാണ് കീർത്തനയുടെയും കാവ്യയുടെയും അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ പണമെത്തിയതായി പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് ജൂലൈ 11-നാണ് കീർത്തന പിടിയിലാകുന്നതും. കീർത്തനയെ ചോദ്യം ചെയ്തതോടെയാണ് കാവ്യയുടെ പങ്കും പുറത്തുവരുന്നത്. അധ്യാപക പരിശീലനങ്ങളും ബോധവൽക്കരണ ശില്പശാലകളും നയിക്കേണ്ട BRC അധ്യാപികമാർ തന്നെ ലഹരി മാഫിയയുടെ പ്രധാന പങ്കാളികളായത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടുത്ത നാണക്കേടായിട്ടുണ്ട്. അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തവരെയും ലഹരി നേരിട്ട് കൈമാറിയിരുന്ന ഏജന്റുമാരെയും കണ്ടെത്താൻ പ്രതികളെ ചോദ്യം ചെയ്യുന്നതോടെ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ നിഗമനം. ഈ ലഹരി വാങ്ങാൻ വരുന്നവരൊക്കെ തന്നെ കാവ്യയുടെയും കീർത്തനയുടെയും അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ അടക്കമുള്ളവ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. നിർണായകമായ പല പേരുകളും ഇതിനോടകം തന്നെ ഉയർന്നു വരുമെന്നാണ് നിഗമനം.